നമസ്കാരം. ആമുഖമായിട്ട് തന്നെ പറയുകയാണ്, എൻ്റെ ഈ വീഡിയോയിൽ ആരും ദയവ് ചെയ്ത് രാഷ്ട്രീയം കാണരുത്. എനിക്ക് ഒരു രാഷ്ട്രീയ പാർട്ടിയോടും ചായ്വില്ല. ഭരിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തികൾ കാട്ടിക്കൂട്ടുന്ന വിക്രിയകൾ തുറന്നു കാട്ടേണ്ട സമയത്ത് തുറന്നു കാട്ടാൻ ശ്രമിക്കുന്ന ഒരാളായതുകൊണ്ട് അത് ആ ഭരിക്കുന്ന പാർട്ടിയോടുള്ള വിരോധമായിട്ടാരും കാണരുത്. നമ്മുടെ മുമ്പിലുള്ളത് പൊതുജനങ്ങളുടെ ക്ഷേമമാണ്, പൊതുജനങ്ങളുടെ അഭിവൃദ്ധിയാണ്, രാഷ്ട്രീയക്കാരുടെയോ ഭരിക്കുന്നവൻ്റെയോ അഭിവൃദ്ധിയല്ല. അതുകൊണ്ട് അത്തരം കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത് സമൂഹത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി മാത്രമാണ്. എന്നാൽ ഇവിടെ ഒരു രാഷ്ട്രീയക്കാരൻ്റെ ചില നല്ല ഗുണങ്ങൾ പറയാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത്. ആ രാഷ്ട്രീയക്കാരൻ മറ്റാരുമല്ല, അന്തരിച്ച മുൻ മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടിയാണ്. നിങ്ങൾക്കറിയാം, നാളെ അതായത് മെയ് മാസം 2-ാം തീയതി 2025 വിഴിഞ്ഞം പോർട്ട് രാജ്യത്തിന് സമർപ്പിക്കുകയാണ് നമ്മുടെ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി. ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഈ പോർട്ട് തങ്ങളുള്ളത് കൊണ്ടാണ് യാഥാർത്ഥ്യമായതെന്ന് രണ്ട് കൂട്ടർ അവകാശപ്പെടുന്നുണ്ട്. ഒന്ന് BJP, മറ്റൊന്ന് CPM. എന്നാൽ ഈ രണ്ട് കൂട്ടരുടെയും അവകാശവാദങ്ങൾക്ക് യാതൊരു അർത്ഥവുമില്ല എന്നുള്ളതാണ് പരമാർത്ഥം. തീർച്ചയായിട്ടും ഈ പോർട്ട് യാഥാർത്ഥ്യമാകുന്നതിൽ അവർക്ക് ചില കാര്യങ്ങളൊക്കെ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. പക്ഷേ അവർക്കത് ചെയ്യാൻ സാധിച്ചത്, അങ്ങനെ ചെയ്യാൻ സാധിക്കുന്ന തരത്തിൽ ആ പോർട്ട് ഒരു യാഥാർത്ഥ്യമായി മാറിയത് കൊണ്ട് മാത്രമാണ്. ശ്രീ ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന വ്യക്തി ഇല്ലായിരുന്നെങ്കിൽ നിങ്ങൾക്ക് 100% ഉറപ്പിക്കാം, വിഴിഞ്ഞത്ത് ഈ പോർട്ട് ഇപ്പോഴും വരില്ലായിരുന്നു. അദ്ദേഹം 2011 കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിട്ട് അധികാരത്തിൽ കയറി അതിനുശേഷമാണ് ഞാൻ യഥാർത്ഥത്തിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയെ ശ്രദ്ധിക്കാൻ തുടങ്ങുന്നത്. കാരണം ശ്രീ ഉമ്മൻചാണ്ടി ഭരിക്കാൻ കയറിയ ശേഷം അദ്ദേഹം ചെയ്തിരുന്ന കാര്യങ്ങളൊക്കെ എന്നെ വളരെയധികം ആകർഷിച്ചിട്ടുണ്ട്. ജനസമ്പർക്ക പരിപാടികളും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ സംസാര രീതിയിലെ മാന്യതയും വികസനത്തിന് വേണ്ടിയുള്ള അദ്ദേഹത്തിൻ്റെ ഓട്ടവും അദ്ദേഹം മുമ്പോട്ട് കൊണ്ടുവന്ന നിരവധി ആശയങ്ങൾ. നമുക്കറിയാം, കണ്ണൂർ എയർപോർട്ട് അദ്ദേഹം ഉള്ളതുകൊണ്ടാണ് യാഥാർത്ഥ്യമായത്. കൊച്ചി മെട്രോ, അതുപോലെ തന്നെ സ്മാർട്ട് സിറ്റി, അതിൻ്റെ ഒപ്പം വിഴിഞ്ഞം പോർട്ട്, അങ്ങനെ നിരവധി പദ്ധതികൾ അദ്ദേഹം വളരെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ യാഥാർത്ഥ്യമാകാൻ ശ്രമിച്ച ഒരു വ്യക്തിയാണ്. ഉമ്മൻചാണ്ടി ഭരിക്കുന്ന സമയത്ത് വിഴിഞ്ഞം പോർട്ടിൻ്റെ പദ്ധതി വന്നപ്പോൾ അന്ന് കേന്ദ്രം ഭരിച്ചുകൊണ്ടിരുന്ന സർക്കാർ അത്ര അനുകൂലമായ നിലപാടൊന്നുമില്ല എടുത്തത്. അദ്ദേഹം ഈ പോർട്ടുമായിട്ട് ബന്ധപ്പെട്ട് പോർട്ട് യാഥാർത്ഥ്യമാകാൻ വേണ്ട എല്ലാ നടപടികളും ശരിയാക്കി അതുമായിട്ട് ബന്ധപ്പെട്ട് വന്ന പ്രതിബന്ധങ്ങളെല്ലാം തീർത്ത് ഗ്ലോബൽ ടെൻഡർ കൊടുത്തപ്പോൾ അദ്ദേഹത്തിൻ്റെ പക്കലേക്ക് അധികം ഓഫറുകളൊന്നും വന്നില്ല. വരാഞ്ഞതിൻ്റെ പ്രധാന കാരണം നമ്മുടെ സംസ്ഥാനത്തെ നിലനിൽക്കുന്ന തൊഴിൽ പ്രശ്നങ്ങളും തൊഴിലാളി പ്രശ്നങ്ങളും യൂണിയനുകളും ഒക്കെ തന്നെയാണ്. ഇങ്ങനെയുള്ള ഒരു സംസ്ഥാനത്ത് വന്ന് എങ്ങനെയാണ് ഒരു പ്രൊജക്റ്റ് തുടങ്ങാൻ പറ്റുക എന്ന് പലരും ചോദിച്ചു. ഏറ്റവും ഒടുവിൽ ഗൗതം അദാനിയാണ് ഈ പ്രൊജക്റ്റ് താൻ ഏറ്റെടുത്ത് നടത്താമെന്ന് പറഞ്ഞത്. എന്നാൽ ഗൗതം അദാനിയോട് കോൺഗ്രസ് പാർട്ടിക്ക് താല്പര്യമുണ്ടായിരുന്നില്ല. ഉമ്മൻചാണ്ടിക്ക് താല്പര്യമുണ്ടായിരുന്നെങ്കിൽ ശരി, കേന്ദ്രത്തിൽ ഇരിക്കുന്ന മൻമോഹൻ സിംഗിന്, ശ്രീമതി സോണിയാഗാന്ധിക്ക്, അതുപോലെ തന്നെ രാഹുൽ ഗാന്ധിക്ക്, അവർക്കൊന്നും തന്നെ അദാനിയുമായിട്ട് ബന്ധപ്പെടാൻ താല്പര്യമുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ പോർട്ട് നടക്കില്ല എന്നൊരു സാഹചര്യം വന്നിരുന്നു. എന്നാൽ ശ്രീ ഉമ്മൻചാണ്ടി അതിനുവേണ്ടി നന്നായിട്ട് അധ്വാനിച്ച് അവരെ എല്ലാം കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി അവരുടെ മനസ്സിലുണ്ടായിരുന്ന ആ ധാരണകളൊക്കെ മാറ്റി നമ്മുടെ സംസ്ഥാനത്തിൻ്റെ വികസനമാണ് പ്രധാനം, അല്ലാതെ ഇവിടെ ഇക്കാര്യത്തിൽ രാഷ്ട്രീയം കാണേണ്ട കാര്യമില്ല എന്നൊക്കെ അവരെ കൺവിൻസ് ചെയ്യിച്ച് ഒടുവിൽ അദാനിക്ക് ആ കരാർ നൽകി. അങ്ങനെ അദാനിക്ക് ഈ പോർട്ട് നൽകിയപ്പോൾ പ്രത്യുപകാരമായിട്ട് കേരളത്തിലെ കോൺഗ്രസ്സിന് തിരഞ്ഞെടുപ്പ് സമയത്ത് ധനസഹായം ചെയ്യാം എന്ന് അദ്ദേഹം പറഞ്ഞതായിട്ട് ഞാനൊരു വാർത്തയിൽ വായിച്ചു. എന്നാൽ ഉമ്മൻചാണ്ടി അത് നിരസിച്ചുവെന്നും അദ്ദേഹം ഈ പോർട്ട് എത്രയും വേഗം യാഥാർത്ഥ്യമാകണമെന്ന ആവശ്യം മാത്രമാണ് മുമ്പോട്ട് വെച്ചതെന്നും പറയുന്നുണ്ട്. എന്ത് തന്നെയായാലും ശരി, അതിനുശേഷം ആ പോർട്ടിൻ്റെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. എന്നാൽ ഉമ്മൻചാണ്ടിക്ക് ഉറപ്പായിട്ടും കിട്ടേണ്ടിയിരുന്ന ഒരു തുടർഭരണം കോൺഗ്രസിൻ്റെ തന്നെ ഉള്ളിലെ ചില ആൾക്കാരുടെ പ്രവർത്തനം മൂലം നഷ്ടമായതും നമുക്കറിയാം, വളരെ വ്യക്തമായിട്ട് തന്നെ അറിയാം. ശ്രീ ഉമ്മൻചാണ്ടിക്ക് ഒരു തുടർഭരണം 100% ഉറപ്പായിരുന്ന ഒരു സമയമായിരുന്നു അത്. എന്നാൽ ഒരു അനാവശ്യ ബാർ വിഷയം കുത്തിപ്പൊക്കിക്കൊണ്ടുവന്ന് കോൺഗ്രസിലെ തന്നെ ശ്രീ VM സുധീരനാണ് ശ്രീ ഉമ്മൻചാണ്ടിയുടെ ഇമേജ് നശിപ്പിക്കാനായിട്ട് ശ്രമിച്ചത്. കാരണം ഉമ്മൻചാണ്ടിക്ക് ക്ലീൻ ഇമേജാണ് ഉണ്ടായിരുന്നത് അന്നും ഇന്നും. അതേപോലെ തന്നെ ക്ലീൻ ഇമേജുള്ള ഒരു വ്യക്തിയാണ് ശ്രീ VM സുധീരൻ. അപ്പോൾ VM സുധീരൻ വന്നിട്ട് ബാറുമായിട്ട് ബന്ധപ്പെട്ട് ഉമ്മൻചാണ്ടിക്കെതിരെ പല ആരോപണങ്ങൾ ഉന്നയിക്കുകയും തുടർന്ന് നമുക്കറിയാം ബാറുകൾ അടച്ചുപൂട്ടുകയും ബിവറേജ് അടച്ചുപൂട്ടാൻ തീരുമാനമെടുക്കുകയൊക്കെ ചെയ്ത് ആ വിഷയത്തിലാണ് ശരിക്കും ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ തുടർഭരണം നഷ്ടമായത്. പിന്നീട് അധികാരത്തിൽ വന്നത് ശ്രീ പിണറായി വിജയനാണ്. അതിനുശേഷം തുടർച്ചയായിട്ട് 2 തവണ അദ്ദേഹം തന്നെയാണ് അധികാരത്തിൽ വന്നത്. അന്ന് ശ്രീ ഉമ്മൻചാണ്ടിയെ അധികാരത്തിൽ നിന്നും പുറത്തു കളയാൻ കോൺഗ്രസിൻ്റെ ഉള്ളിലെ ചില ആൾക്കാർ ശ്രമിച്ചത്, ചില ആൾക്കാർ മുഖ്യമന്ത്രി കസേര സ്വപ്നം കണ്ടിട്ട് തന്നെയായിരുന്നു. ഉമ്മൻചാണ്ടിയുടെ കഠിന പ്രയത്നം മൂലം
ആ സർക്കാർ തന്നെ വീണ്ടും രണ്ടാമത് അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ ആ സർക്കാർ അധികാരത്തിൽ വരുന്നതിൽ തങ്ങൾക്ക് താല്പര്യമുണ്ട്. പക്ഷേ ഒരിക്കലും ഉമ്മൻചാണ്ടി അവിടെ മുഖ്യമന്ത്രിയായിട്ട് വരരുതെന്ന് കോൺഗ്രസിലെ ചില ആൾക്കാർ തീരുമാനിച്ചിരുന്നു. അതിനായിട്ടാണ് അവർ പ്രവർത്തിച്ചത്. പക്ഷേ സംഭവിച്ചത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കോൺഗ്രസ് അധികാരത്തിൽ വന്നില്ല. UDFന് അധികാരത്തിൽ രണ്ടാമത് വരാൻ സാധിച്ചില്ല. അവിടെ LDF വന്നു. അങ്ങനെ LDF വന്നു എന്ന് മാത്രമല്ല, അടുത്ത തെരഞ്ഞെടുപ്പിലും UDFന് വരാൻ സാധിച്ചില്ല. LDF തന്നെ വന്നു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കോൺഗ്രസിൻ്റെ ഉള്ളിലെ ചില വ്യക്തികൾ ശ്രീ ഉമ്മൻചാണ്ടിയോട് കാണിച്ച അനീതിയുടെ ഫലം തന്നെയാണ് തുടർച്ചയായിട്ട് 2 തവണ LDF വന്നതിൻ്റെ പിന്നിലെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം എൻ്റെ നിരീക്ഷണത്തിൽ, എൻ്റെ വ്യക്തിപരമായ നിരീക്ഷണത്തിൽ കേരളം ഇതുവരെ കണ്ടിട്ടുള്ള മുഖ്യമന്ത്രിമാരിൽ ഏറ്റവും കഴിവുറ്റ, സത്യസന്ധനായ, മികച്ച, നല്ലവനായ മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടിയായിരുന്നു. ശ്രീ ഉമ്മൻചാണ്ടി ഒരു 10 കൊല്ലം കേരളം ഭരിച്ചിരുന്നെങ്കിൽ കേരളം എവിടെത്തി നിൽക്കുമായിരുന്നു എന്ന് നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല. എന്ത് തന്നെയാലും ശരി, ഒരു കാര്യത്തിൽ നമുക്ക് അല്പം സമാധാനമുണ്ട്. കാരണം ശ്രീ പിണറായി വിജയൻ പണ്ട് ഈ വിഴിഞ്ഞം പോർട്ട് വന്നപ്പോൾ ഇതൊരു റിയൽ എസ്റ്റേറ്റ് പ്രൊജക്റ്റാണെന്ന് പറയുകയും ഉമ്മൻചാണ്ടി ഇതിൽ അഴിമതി നടത്തിയിട്ടുണ്ടെന്ന് പറയുകയും അദ്ദേഹം അധികാരത്തിൽ വന്നപ്പോൾ ശ്രീ ഉമ്മൻചാണ്ടിക്കെതിരെ അഴിമതി ആരോപണം അന്വേഷിക്കാനായിട്ട് കമ്മീഷനെ നിയോഗിക്കുകയും കമ്മീഷൻ അതിൽ കഴമ്പൊന്നുമില്ല എന്ന് കണ്ടെത്തി ഉമ്മൻചാണ്ടിക്ക് ക്ലീൻ ചിറ്റ് കൊടുക്കുകയും ഒക്കെ ചെയ്ത് നമ്മൾ കണ്ടതാണ്. എങ്കിലും ശ്രീ പിണറായി വിജയൻ ഉമ്മൻചാണ്ടി തുടങ്ങി വെച്ച പ്രൊജക്റ്റുകൾ മുമ്പോട്ട് കൊണ്ടുപോകാൻ ആത്മാർത്ഥത കാണിച്ചു. ഒരുപക്ഷെ അത്തരത്തിലുള്ള എഗ്രിമെൻറ്റുകൾ ശ്രീ ഉമ്മൻചാണ്ടി ഉണ്ടാക്കിയത് കൊണ്ടാവാം. ആര് തന്നെ അധികാരത്തിൽ വന്നാലും ശരി, എഗ്രിമെൻറ്റിലെ വ്യവസ്ഥകൾക്ക് മാറ്റമൊന്നും വരുത്താൻ പറ്റില്ല എന്നുള്ളത് കൊണ്ടാവാം. എന്ത് തന്നെയാലും ശരി, പിണറായി വിജയൻ വിചാരിച്ചിരുന്നെങ്കിൽ പലതും ഡിലേ ആക്കാൻ പറ്റിയേനെയും പല വർക്കുകളും പലയിടത്തും നിർത്താൻ പറ്റിയേനെയും. എങ്കിലും അദ്ദേഹം അതിനൊന്നും ശ്രമിക്കാതെ ഈ പ്രൊജക്റ്റുകൾ മുമ്പോട്ട് കൊണ്ടുപോകാൻ ശ്രമിച്ചു. അത് സാക്ഷാത്കരിക്കാൻ വേണ്ടി അദ്ദേഹം അധ്വാനിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ പങ്കും ഈ പോർട്ട് യാഥാർത്ഥ്യമാകുന്നതിലുണ്ട്. പക്ഷേ അങ്ങനെയൊക്കെ അദ്ദേഹത്തിന് ചെയ്യാനും പ്രവർത്തിക്കാനും സാധിച്ചത് ശ്രീ ഉമ്മൻചാണ്ടി ഇതിൻ്റെ സകല പ്രതിബന്ധങ്ങളും നീക്കി ഈ പോർട്ട് തുടങ്ങി വെച്ചതുകൊണ്ടാണ്. അതിൻ്റെ പ്രവർത്തനം അദ്ദേഹം തുടങ്ങി വെച്ചതുകൊണ്ട് മാത്രമാണ് ശ്രീ നരേന്ദ്രമോദിക്കോ അതല്ലെങ്കിൽ ശ്രീ പിണറായി വിജയനോ അതിലെന്തെങ്കിലും ഒരു കോൺട്രിബ്യൂഷൻ കൊടുക്കാൻ സാധിച്ചത്. അങ്ങനെ ഒരു സാഹചര്യം ഇല്ലായിരുന്നെങ്കിൽ ഇവർക്കൊന്നും ചെയ്യാൻ പറ്റില്ലായിരുന്നു. അങ്ങനെ ഉമ്മൻചാണ്ടി അത് തുടങ്ങി വെച്ചില്ലായിരുന്നെങ്കിൽ ഇന്നിപ്പോൾ ഈ പോർട്ട് ഇവിടെ ഉണ്ടാകുകയില്ലായിരുന്നു. ശ്രീ നരേന്ദ്രമോദിക്ക് നാളത്തെ ദിവസം ഇത് രാജ്യത്തിന് സമർപ്പിക്കാനും പറ്റില്ലായിരുന്നു. അതുകൊണ്ട് ഈ സമയത്ത് കേരളത്തിലെ എല്ലാ ആൾക്കാരും തീർച്ചയായിട്ടും ഓർത്തിരിക്കേണ്ട ഒരു പേരാണ് ശ്രീ ഉമ്മൻചാണ്ടിയുടേത്. ഉമ്മൻചാണ്ടിയെപ്പോലെയുള്ള ഒരു മുഖ്യമന്ത്രി കേരളം ഭരിച്ച് അദ്ദേഹത്തിന് ഒരു തുടർഭരണം നൽകാതെ അദ്ദേഹത്തിൻ്റെ സർക്കാരിനെ തോൽപ്പിച്ചത് കോൺഗ്രസിൻ്റെ ഉള്ളിലെ തന്നെ ചില പടലപ്പിണക്കങ്ങൾ മൂലവും കുതികാൽ വെട്ട് മൂലവും ആണെങ്കിലും കേരളത്തിലെ ജനങ്ങൾക്കും അക്കാര്യത്തിൽ ഉത്തരവാദിത്തമുണ്ട്. കാരണം ഇത്ര നല്ല ഒരു ഭരണാധികാരിയെ തുടർഭരണത്തിലേക്ക് കൊണ്ടുവരാൻ കേരളീയർ ശ്രമിച്ചില്ല എന്നത് ഒരുപക്ഷെ കാലം പോലും മാപ്പ് നൽകാത്ത ഒരു കുറ്റമായിട്ട് തന്നെ അവശേഷിക്കും. താങ്ക് യു.